വെൽക്കം ബാക്ക് ടു ഷാനൂസ് വയനാട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്ളോഗ് വീഡിയോ ആണ്, കുക്കിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നല്ലൊരു മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. രാവിലെ എണീറ്റ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ച് പാൽ കാപ്പിയാണ് ഉണ്ടാക്കിയെടുത്തത്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നീർദോശയാണ് കേട്ടോ. എളുപ്പം ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ അധികം, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കും. നേരത്തെ പോകുന്നവർക്ക് വേഗം തന്നെ ഞാൻ ദോശയൊക്കെ ചുട്ടുകൊടുത്ത് അവർ ചായയുടെയൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം കുറച്ച് നേരം ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. സാധാരണ ഈ ഒരു സമയത്ത് ഈ ഒരു മാസമൊക്കെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഇന്നൊക്കെ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിലത്തൊക്കെ നിന്ന് പിന്നെ ഒരു 8:30 ആയപ്പോഴാണ് ഞാനും ഷാനും കൂടി ചായയൊക്കെ കുടിക്കാനായിട്ട് പിന്നെ ദോശ ചുട്ടെടുത്തത്. അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ കുടിക്കാൻ നേരത്തെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയൊക്കെ ചുട്ടത് പിന്നെ ദോശയൊക്കെ കഴിക്കാനായിട്ട് ഇന്നലത്തെ അയില മുളകിട്ട കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റ് നമ്മളെ പരിപ്പ് ചീര തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നല്ലോ ഇന്നലെ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന, അതും കൂടി കൂട്ടി കഴിക്കാനായിരുന്നു കേട്ടോ ദോശ നല്ലത്. അങ്ങനെ പാൽ ചായയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ദോശയൊക്കെ ചുട്ടെടുത്ത് കറി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വോയിസ് ഇടാതെ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നമ്മുടെ വീഡിയോസിൽ വോയിസിൽ കാണാനാണ് കേൾക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ റിക്വസ്റ്റ് നമ്മൾ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ. കാരണം അവർ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ മാത്രമാണല്ലോ നമുക്ക് വീഡിയോസൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ചിലപ്പോൾ മടിയാണ് വോയിസ് കൊടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ മ്യൂട്ടാക്കിയിട്ട് സൗണ്ട് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും, മ്യൂസിക് ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കും. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഇടും. ഓരോ ദിവസവും ഓരോ തോന്നലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വോയിസിൽ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇതിനിപ്പോൾ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനും അതിലുള്ള എല്ലാ പോരായ്മകളും മാറ്റി നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നല്ല ഭാഗം മാത്രം നമ്മൾ വീഡിയോയിൽ കാണിക്കുക. അത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഓരോരുത്തരിങ്ങനെ കാണുമ്പോൾ വീഡിയോ കാണാറുണ്ട് കേട്ടോ, ഞങ്ങളിന്നും കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ചായ കുടിക്കുന്ന സമയത്ത് തമാശയായിട്ട് തോന്നി ഈ ഒരു കാര്യം കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ചിരിച്ചിട്ടുണ്ടായിരുന്നത്. മെഷീനിൽ ഷാനുവിൻ്റെ വാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ സൂചി ഇങ്ങനെ ഓടുന്നത് കണ്ട ഒരാളിവിടെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ചിരിച്ചതാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേതൽ മീനാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മീൻ വെച്ചിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ടൂണ ഫിഷ് വെച്ചിട്ടുള്ള ബിരിയാണി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നാരങ്ങാനീര്, ഉപ്പൊക്കെ കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ തേച്ചിട്ട്. പിന്നെ ഈ ഉരുളി എടുത്ത് ഇതിൽ തന്നെ മസാലയും വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഉരുളിയിൽ നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് അങ്ങനെ ക്രിസ്പി ആയിട്ട് പൊരിച്ച് കൊടുക്കൊന്നും വേണ്ട, 2 വശം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഒരുപാട് ഉള്ളി എടുത്തിട്ടില്ല, കാരണം 1/2 കിലോ അരി വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 1 എടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴന്നെടുക്കുക. അപ്പോൾ നമ്മളൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടിക്കോളും. മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ്, ഒരു 1.25 ടീസ്പൂണ് ബിരിയാണി മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്.
പിന്നെ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് അധികം ചേർത്തിട്ടില്ല, പച്ചമുളകിൻ്റെ ഇഞ്ചീൻ്റെ ഒക്കെ എരിവുള്ളതുകൊണ്ട്. എന്നിട്ട് മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു 5-6 ക്യാഷ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റാണ് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ ബിരിയാണിക്ക്. പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, സാധാരണ കുക്കറിൽ ഒറ്റ വിസിലിൽ വേവിച്ചെടുത്തതാണ്. ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടി ഇട്ടിട്ട് സവാളയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ നെയ്യും കൂടി അതിൽ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ ഇവിടെ ഒറ്റ വിസിലിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ മീനിൻ്റെ മേലിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചൂടോട് കൂടി തന്നെ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് ഫൈനലി കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. പിന്നെ നമ്മളിത് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി മിക്സാക്കി. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ മല്ലിയില ഇടാൻ മറന്നു പോയിട്ടോ, പിന്നെ ലാസ്റ്റ് ചോറിലാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ലൈക്കും ചെയ്യണേ. താങ്ക്